ഉടമ്പടി എടുക്കുമ്പോൾ ഓർക്കുക, ഇത് വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്. വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്. ഇതിനെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. നിയമാവർത്തനം 7:9. നിയമാവർത്തനം 7:9. ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുവിൻ, ജീവിതം ധന്യമായിത്തീർന്നിടും. നിയമാവർത്തനം 7:9. ഇതുപോലെ തന്നെ നമ്മുടെ 11:21-17 വായിച്ചില്ലേ? 17:21. അതുപോലെ തന്നെ ഉടമ്പടി വചനമാണ് നിയമാവർത്തനം എത്രയാണ്? 7:9. 7:9. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. പറഞ്ഞ അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തന്നെ സ്നേഹിക്കുകയും. ആദ്യം തുടങ്ങണത് എന്താണ്? തന്നെ സ്നേഹിക്കുകയും. അവിടുന്ന് തുടങ്ങണ ഉടമ്പടി. ഉടമ്പടി തുടങ്ങണത് എങ്ങനെയാണ്? തന്നെ സ്നേഹിക്കുകയും. ആദ്യം എന്താണ്? അല്ലാതെ നിങ്ങളുടെ IELTS സ്നേഹിക്കുകയും നിങ്ങളുടെ വസ്തുവിനെ സ്നേഹിക്കുകയും നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുകയും ഭാര്യയെ സ്നേഹിക്കുകയും ചെയ്യണമല്ല. ആദ്യം എന്താണ്? ദൈവത്തെ സ്നേഹിക്കണം. അതാണ് ഇവിടെ നിന്ന് ഉടമ്പടി തുടങ്ങണത്. പറഞ്ഞ് തന്നെ സ്നേഹിക്കുകയും. പറഞ്ഞ് തന്നെ സ്നേഹിക്കുകയും അടുത്ത വചനം, തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട്, തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. അപ്പം വിശ്വസ്തനായ ദൈവമാണ്. അതായത് ഇതുപോലെ തന്നെയാണ് വിശ്വസ്തത നമുക്ക് വേണ്ടത്. അത് ദൈവം പറയുന്നുണ്ട്. എന്താണ്? കർത്താവ് വിശുദ്ധിയുള്ളവരെ പോലെ നമ്മളും വിശുദ്ധരായിരിക്കാൻ പറയുന്ന പോലെ തന്നെയാണ് ഈ വിശ്വസ്തത. എങ്ങനെയാണ് ദൈവം അളക്കണത്? നമ്മുടെ വിശ്വസ്തത അളക്കണത് ആദ്യമേ തന്നെ തരികിട കാര്യങ്ങൾ സംഭവിക്കും. ഉടമ്പടി എടുത്ത് ആദ്യത്തെ മാസവും രണ്ടാമത്തെ മാസവും മൂന്നാമത്തെ മാസമൊക്കെ ചില സമയത്ത് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും? അതുകൊണ്ട് ഉടമ്പടി എടുത്തിട്ടും പിന്നെ സങ്കടത്തിന് നമ്മൾ ജപ്തി നടപടിക്ക് മാറ്റമൊന്നുമില്ലല്ലോ. ഉടമ്പടി എടുത്തിട്ടും പിന്നെ ഞാൻ പരീക്ഷയ്ക്ക് പിന്നെ തോറ്റല്ലോ, ഉടമ്പടി എടുത്ത് പിന്നെ ഞാൻ ഇൻ്റർവ്യൂ തോറ്റല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് താമസിച്ച് എഴുന്നേക്കും. പത്രം കൊടുക്കത്തില്ല, പേഴ്സ് പ്രവർത്തനം ചെയ്യത്തില്ല, ആക്കാനും വേണ്ടി ഓക്കാനിക്കൂടെ ഒപ്പിച്ചുണ്ടാക്കി കൊടുത്ത് വരുത്തി തീർക്കും. ഇങ്ങനെയുള്ള വാദപ്പനി പരിപാടിയൊക്കെ കാണിക്കും. അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി, നിങ്ങൾ ഉടമ്പടിയിലല്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ദൈവത്തിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇത് ടെസ്റ്റാണ്, ചവിട്ടി നോക്കുകയാണ്, ഒടിവാൻ നോക്കുകയാണ്. ഞാൻ ഒടിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരട്ടി ചെയ്യണം. കൈ ഇട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ വിശ്വസ്തത കാണിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ദൈവസ്നേഹം വേണം. അല്ല, വിശ്വസ്തത കാണിക്കണമെങ്കിൽ കത്തോലിക്കനായിരിക്കണം, അല്ല ക്രിസ്ത്യാനി ആയിരിക്കണം എന്നല്ല ഞാൻ പറയണത്. വിശ്വസ്തത കാണിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവസ്നേഹം വേണം. ഉടമ്പടിയുടെ ഗുണം അതാണ്. ആർക്ക് വേണമെങ്കിലും മുതൽ മുടക്കാം. ദൈവത്തോട് വിശ്വസ്തത ഉണ്ടായാൽ മതി. ആർക്ക് വേണമെങ്കിലും. നീ ഇപ്പോൾ ജ്ഞാനസ്നാനപ്പെട്ടിട്ടില്ല, നീ ക്രിസ്ത്യാനി അല്ല, ബേസിക്കായിട്ട് അല്ലെന്ന് തന്നെ വിചാരിച്ചോ. പക്ഷേ നീ ഇതിനകത്ത് ദൈവത്തോട് നീ അല്പം സ്നേഹം കാണിച്ചാൽ, ഒരു ചെറിയ സ്നേഹം കാണിച്ചാൽ മതി, നീ നശിച്ചു പോകാൻ അനുവദിക്കത്തില്ല. പരമേശ്വരി അമ്മ ഒരു നായർ സഹോദരിയാണ്, വൈക്കത്തുകാരത്തിയാണ്. അപ്പം അവർ പറയണത്, അവർ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകും, എല്ലാ ദിവസവും. ഇപ്പോൾ അവിടെ പ്രശ്നം ആദ്യം പറയാം. അവിടെ പ്രശ്നം എന്ന് പറയണത്, അവരുടെ മകൻ കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ അവർക്ക് കിട്ടിയ സ്ത്രീധനം കുറച്ച് കാര്യങ്ങളുണ്ട്, കച്ചവടം തുടങ്ങി.
കച്ചവടം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ മകന് ഒരു പുറത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് നാട്ടിൽ തന്നെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയ കാശിന് അവർ ഒരു കച്ചവടം തുടങ്ങി. പക്ഷെ 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കാശെല്ലാം കച്ചവടം ചെയ്ത് തീർന്ന് കുടുംബം വെളുത്തുപോയി. കുടുംബം വെളുത്തോടുകൂടി ഈ ചേച്ചിക്ക് ഇവർ ഭയങ്കര സങ്കടമായി. ഇവർക്ക് ഉറക്കമില്ലാതെ ഇവൾ മരുമകളോട് പറഞ്ഞു, എടി മകളെ, ഇപ്പം കച്ചവടം പൂട്ടാനായല്ല, ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ മകനോട് പറഞ്ഞ്, ഭർത്താവിനോട് പറഞ്ഞ്, അമ്മ ഇങ്ങനെ സങ്കടപ്പെടണമല്ല, നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവരങ്ങനെ കടം മേടിച്ച് 6 ലക്ഷം രൂപ കടം മേടിച്ചിട്ട് അവർ വിദേശത്ത് പോയി. അപ്പോൾ വിദേശത്ത് പോയെങ്കിൽ ദുബായിലാണ് പോയെങ്കിൽ ഈ പറഞ്ഞ ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ജോലി കിട്ടാതെ കടം ബാങ്കിൽ ഇങ്ങനെ പലിശ പെരുകിക്കൊണ്ടിരിക്കുന്നു, ജോലിയും വരുമാനമൊന്നും ഇല്ല. അപ്പോൾ ഈ കുടുംബം 3 കുടുംബം നോക്കണത് ഈ ഒരു ഒറ്റ മകനാണ്. അവന് വരുമാനമില്ല. അവൻ ഇടയ്ക്ക് എല്ലാ ദിവസവും വിളിക്കും, അമ്മ ജോലിയൊന്നും ആയില്ല, ഞാൻ പല കമ്പനി ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്, ജോലിയൊന്നും ആയില്ല. ഇനി ഓരോ ദിവസവും ഓരോ കമ്പനി ഇൻ്റർവ്യൂവിന് പോകും, പക്ഷെ തോക്കും, അവർ വിളിക്കത്തില്ല. അപ്പോൾ അവനവിടെ ലോഡ്ജിൽ താമസിക്കും. അപ്പോൾ അതിൻ്റെ കാശും തീരാനായി. ഇങ്ങനെ ജീവിതം ആകെപ്പാടി അങ്ങോട്ട് തീരുകയാണ്. അപ്പോൾ രാത്രി ഇങ്ങനെ അവർ എഴുന്നേറ്റ് നടക്കും വീട്ടിൽ, ഇത് കേട്ടിട്ടേ സങ്കടപ്പെട്ടിട്ടേ. അപ്പം മരുമകൾ പറയും, അമ്മ ഇങ്ങനെ ദൈവങ്ങളെ വിളിക്കണമുണ്ടല്ല, നമ്മളെ സഹായിക്കും, അമ്മ വന്ന് കിടന്ന് ഉറങ്ങ്. പക്ഷെ ഇവർക്കോ കിടന്നാൽ ഉറക്കം വരത്തില്ല, കുടുംബം പട്ടിണിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, വല്ലാത്തൊരു ജീവിതമാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവർ പെട്ടെന്ന്, ദൈവമേ എനിക്കൊരു മാർഗമില്ലേ എന്നിങ്ങനെ ദൈവത്തോട് ചോദിക്കും. അപ്പോൾ ഇവർ സ്വപ്നം കാണാം. സ്വപ്നം കണ്ടാ പിന്നെ സ്വപ്നം തന്നെ കണ്ടില്ലേ, ഇവർ സ്വപ്നം കാണും. സ്വപ്നം ഇതാണ്, അവരെല്ലാ ദിവസവും കുളിച്ച് കുറിയിട്ട് അവരുടെ അടുത്ത് 100 മീറ്റർ അകലെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പം ക്ഷേത്രത്തിലൂടെ എല്ലാ ദിവസവും പോകും. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്ന പോലെ ഇവർ സ്വപ്നത്തിൽ രാവിലെ കുളിച്ച് കുറിയിട്ട് സ്വപ്നത്തിൽ ക്ഷേത്രത്തിലൂടെ പോവുകയാണ്. പക്ഷേ ഇവർ ആ സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രത്തിലൂടെ പോയിട്ട് നടന്നിട്ടും കുറേ നടക്കാനുണ്ട്. അവർ ആ 100 മീറ്ററൊന്നുമല്ല, 1000 മീറ്റർ നടന്നിട്ട് എത്തണില്ല. അപ്പോൾ ഇവർക്ക് സംശയമായി, ഇതെന്താ ക്ഷേത്രം കാണുന്നില്ലല്ല, എത്തണില്ലല്ല, സ്ഥലത്ത് എത്തണില്ലല്ല, ഇതെന്ത് പറ്റി, നടന്ന് ഞാൻ കുഴഞ്ഞല്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അവസാനം ഇവർ ക്ഷേത്രം കാണും. ക്ഷേത്രം കാണുമ്പോഴുണ്ട് അവിടെ ബലിത്തറയില്ല, ആൽത്തറയില്ല, ശ്രീകോവിലില്ല, ഒന്നുമില്ല. അപ്പോഴവർ പറഞ്ഞു, ഭഗവാൻ ഇത് എന്താണിത്, ക്ഷേത്രം ഇല്ലല്ലോ ഇവിടെ, അതൊക്കെ മാറ്റിയായിരിക്കും ഒറ്റ ദിവസം കൊണ്ട്. ആകപ്പാട് നിൽക്കുന്നത് ഒരു ഗ്രില്ലിട്ട ഒരു ഹോളുണ്ട്, അതാണ് കാണുന്നത്. ഇതിന് പകരം ഒരു ഗ്രില്ലിട്ട ഹോള് അതാണ് കാണുന്നത്. അപ്പം നോക്കുമ്പോൾ ഇത് അപ്പോൾ ഇനിയോ ക്ഷേത്രം മാറ്റി കാണുമായിരിക്കും ചിലപ്പോൾ. പക്ഷെ അതൊക്കെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ, മാറ്റുമായിരിക്കും, അധികാരിയോട് മാറ്റുമായിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ക്ഷേത്രത്തിൽ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ ഗ്രില്ലിട്ട സ്ഥലമല്ലേ, അപ്പോൾ ഉടനെ ദേവി പരാശക്തി എന്നും പറഞ്ഞൊരു തൊഴും. അപ്പോൾ ഉടനെ ദേവി പറയും, നീ വിഷമിക്കണ്ട, നീ ഉടമ്പടി എടുത്താൽ മതി. ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം, വല്ലാത്ത ഒരു സാക്ഷ്യമാണ്. ഈ വർഷം കേട്ടതിൽ ഏറ്റവും ടോപ്പ് സാക്ഷ്യമാണ്. ഇവരത് മനസ്സിരിക്കും, പക്ഷേ ഇവർക്ക് അതിനെക്കുറിച്ച് അതൊന്നും അറിയത്തില്ലല്ലോ, അറിയത്തില്ല. അപ്പം ബെറ്റി എന്നും പറഞ്ഞ ഇവളുടെ ഒരു പണ്ട് പഠിപ്പിച്ച, ഇവൾക്ക് നിലത്തെഴുത്ത് പഠിപ്പിച്ച ഒരു സ്ത്രീ, ഇവർക്ക് പ്രായമുണ്ടേ, ഈ പരമേശ്വരി അമ്മക്ക് പ്രായമുണ്ട്. ആ ബെറ്റിയുടെ മകളെ എഴുത്ത് തുടങ്ങിക്കാൻ വേണ്ടി ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർക്ക് കടവല്ലേ, ഭയങ്കര പങ്കപ്പാടല്ലേ, അവിടെ കുടുംബം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിന് ബെറ്റിനെ എടുത്തു തുടങ്ങിച്ചത് ഈ ടീച്ചറാണ്, ബെറ്റിയുടെ മോളെ എടുത്തു തുടങ്ങിച്ചത് ഈ ടീച്ചറാണ്. ഇപ്പോൾ ബെറ്റിയുടെ പേരക്കിടാവിനെയും കൊണ്ട് ബെറ്റി വരികയാണ് എന്നാണ് ഇവർ ധരിക്കണത്. അപ്പോൾ പറഞ്ഞ്, ടീച്ചറെ ഞാൻ അങ്ങോട്ട് വരിക കേട്ടോ. പറഞ്ഞു, നീ എന്തിനാണ് വരണത്, നീ ഇപ്പോൾ ഒന്നും വരണ്ട, എന്താ നമ്മുടെ ഇടം അവളെന്താ അറിയണത്, നല്ല കാലം അവൾ കണ്ടതല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ കാലം കണ്ടാൽ അവൾക്ക് സങ്കടമാണ് ടീച്ചറിനെ. അപ്പോൾ നീ വരണ്ടെന്ന് പറയും. പിന്നെയും ടീച്ചർ വിളിക്കും, പിന്നെയും ഈ ബെറ്റി 2 ദിവസം പിന്നെയും വിളിക്കും, ടീച്ചറെ എനിക്ക് ടീച്ചറിനൊന്ന് കാണണം, നീ ഇപ്പോൾ വരണ്ട, നീ എന്തിനാ ഇങ്ങോട്ട് വരണത്, നിൻ്റെ കൊച്ചിനെ എടുത്തു നോക്കിക്കാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഉള്ള ടീച്ചർമാരെ കണ്ടിട്ട് എടുത്തു നോക്കിച്ചാൽ മതി, ഇങ്ങോട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വരണ്ടെന്ന് പറയും. ഇല്ല ടീച്ചറെ ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് 3ാമത്തെ പ്രാവശ്യം ബെറ്റി വന്ന്
ബെറ്റി വന്നപ്പോൾ ബെറ്റിനെ ടീച്ചർ അത് സങ്കടമൊന്നും കാണിക്കാതെ വിളിച്ച്, ടീച്ചറെ എങ്ങനെയൊക്കെ പോണ കാര്യങ്ങൾ, മകനെയൊക്കെ ജോലി ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ടീച്ചർ പൊട്ടിക്കരയും. അപ്പോൾ ഇവിടെ പറയും, ടീച്ചറെ കൊള്ളാം, എൻ്റെ മുമ്പിൽ നിന്ന് ടീച്ചറെ കരയണം. ഞാൻ സങ്കടം പറയുമ്പോൾ ടീച്ചറല്ലേ എന്നെ ആശ്വസിപ്പിക്കണത്. ഇപ്പം ടീച്ചർ കരയണം, ടീച്ചർ കരയാൻ പാടില്ലെന്ന് പറയും. അല്ലടി ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. അതിനെന്താ കുഴപ്പം ടീച്ചറെ? ടീച്ചർ ഒന്ന് കലബുരി പോയാൽ മതി കൃപാസനത്തിൽ. അയ്യോ അതെവിടെയാണ്, ഇവിടെ കൊണ്ടുപോകാൻ ആര് കൊണ്ടുപോകാൻ, ഞാൻ പോകിട്ടില്ലെന്നൊക്കെ പറയും. അല്ല ടീച്ചറെ പോകണ്ട, അവിടെ എന്തൊക്കെ അത് എങ്ങനെ ചെയ്യുമെന്നൊക്കെ ചോദിക്കും. ഉടമ്പടിയുടെ കാര്യമൊക്കെ ഇവിടെ പറയും. അപ്പോഴും ടീച്ചർ പറഞ്ഞിട്ട് രാത്രി എന്നോട് പറഞ്ഞത് അങ്ങനെയാണല്ല, അതാണല്ലേ ഇവള് പറയണത് പറഞ്ഞുകൊണ്ട് ടീച്ചർ ഉടനെ ഓൺലൈൻ ഉടമ്പടി ചെയ്യും. ഓൺലൈൻ ഉടമ്പടി ചെയ്തിട്ട് അപ്പം തന്നെ മകൻ വിളിക്കും, അമ്മ എല്ലായിടത്തുനിന്നും കത്ത് വരാൻ തുടങ്ങിയെന്ന് പറയും. ഞാൻ എന്നെ റിജക്റ്റ് ചെയ്ത എല്ലാ കമ്പനിയിൽ നിന്നും കത്ത് വരാൻ തുടങ്ങിയെന്ന് പറയും. എന്നെ ഓഫർ ലെറ്റർ വരാൻ തുടങ്ങിയെന്ന് പറയും. ഇൻ്റർവ്യൂവിന് പോകാം, ഇപ്പോൾ ഏത് എടുക്കണമെന്ന് ചോദിക്കും. അപ്പോഴമ്മ പറയും, ഞങ്ങൾ പോയി തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് വരാമെന്ന് പറയും. അങ്ങനെ ഇവർ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇവർ ഞെട്ടിപ്പോകും. കാര്യം ഇവർ സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രം ഈ ഗ്രില്ലിട്ട ഈ മാതാവിൻ്റെ സന്നിധാനമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇപ്പം ഞാൻ എപ്പോഴും ഈ സാക്ഷ്യം കേട്ടോണ്ട് ഞാൻ ഇന്നലെ നടന്ന സാക്ഷ്യമാണിത്. ഇന്ന് അപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി അത് കാണണം കേട്ടോ. അപ്പം ഞാനിവിടെ നിൽക്കുമ്പോഴേ ഞാൻ ഓർക്കണേ, ഇത് ഈ കുടുംബത്തിൽ വന്നിരിക്കുന്ന ഈ മഹാതകർച്ചകളിലെ ഇവരെ മാതാവ് നേരിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എന്തുകൊണ്ടാണ് സ്വപ്നം കാണിച്ച് സ്വപ്നത്തിലൂടെ കുടുംബം രക്ഷപ്പെടാനുള്ള വഴിയും സ്ഥലവും കാണിച്ചു കൊടുത്തതിൻ്റെ പൊരുൾ എന്താണെന്ന്. അപ്പോൾ ആ സാക്ഷ്യത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സാക്ഷ്യത്തിൽ പറയുന്ന കാര്യം വെച്ചാൽ, ഞാൻ എപ്പോഴും ക്ഷേത്രത്തിലോട്ട് പോകണ വഴിക്ക്, ഈ 100 മീറ്ററല്ലേ ഉള്ളൂ ക്ഷേത്രത്തിലോട്ട് പോകണ വഴിക്ക്, അപ്പോൾ ഒരു കുഞ്ഞു കുരിച്ചെടി ഉണ്ടാകും അമരോത്ഭ മാതാവിൻ്റെ. ആ കുഞ്ഞു കുരിശടിയിൽ കവർ ചെയ്താണ് ഞാൻ ക്ഷേത്രത്തിലോട്ട് പോണത്. ആ കുഞ്ഞു കുരിശടിയുടെ ഞാൻ പോകണ വഴിക്ക് മാതാവിനെ കാണുമ്പോൾ ഞാൻ മാതാവിനോട് പറയും, അമ്മേ എൻ്റെ കാര്യമൊക്കെ അമ്മക്കറിയാവില്ല, ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന്. ഇതാണ് ഇവർ പറയണത്. അമ്മ എൻ്റെ കാര്യമൊക്കെ അമ്മക്കറിയാവല്ലോ, ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് അവരുടെ പ്രാർത്ഥന. ഇത് ഇവർ എപ്പോഴും എല്ലാ ദിവസവും പറയണ സംഭവമാണ്. അതായത് നിങ്ങൾക്ക് മാതാവുമായിട്ട് എന്തെങ്കിലും ചെറിയൊരു റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും തകർന്ന കാലത്ത് ആ റിലേഷൻ വെച്ചുകൊണ്ട് അമ്മ നിങ്ങളെ സഹായിക്കാൻ വന്നിരിക്കും. അതിൻ്റെ പേരിലാണ് നിങ്ങളിവിടെ ഇരിക്കണത്. ഏതെങ്കിലും കാലത്ത് മാതാവിനോട് നിങ്ങൾ കാണിച്ച പ്രത്യേക സ്നേഹത്തിൻ്റെ പേരിലാണ് ഈ കണ്ണീരിൻ്റെ കാലത്തേക്ക് ദൈവം ഈ ഉടമ്പടിയുടെ ആസ്ഥാനത്തേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ജീവിതം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു. നന്ദി പറയുന്നു. ഹല്ലേലൂയ. നീ
എനിക്കു തണലായെന്നും അമ്മയുണ്ടല്ലോ. അമ്മേ നിൻ നീലയങ്കിക്കുള്ളിലെന്നെ പൊതിഞ്ഞു സംരക്ഷിച്ചിടേണമേ. സ്വപ്നതുല്യമായ വലിയ ദൈവിക ഇടപെടലാണ്. ആ സന്നിധാനത്തിലേക്കാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ പരീക്ഷിക്കാൻ നിൽക്കരുത് ദൈവത്തെ. നീ ഉടമ്പടി എടുത്ത് നോക്കട്ടെ എന്ന് പറയരുത്. ദൈവം ആദ്യം അടയാളം കാണിക്കാൻ വേണ്ടി നീ ഉടമ്പടിയിലെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അറച്ചു നിൽക്കരുത്. ദൈവം അത് എപ്പോഴായാലും നിന്നോട് വിശ്വസ്തത കാണിക്കും. വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തിയാകാൻ നോക്കാൻ അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മേരി മാതാവേ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ വിശ്വസ്തതയെന്ന വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. മാതാവേ എന്റെ നല്ലമ്മേ, നീ എന്റെ ആശ്രയം ഏതുനേരം. നീ മാതാവേ എന്റെ നല്ലമ്മേ, നീ എന്റെ ആശ്രയം ഏതുനേരം. മനമിടരുമ്പോഴും സുരമിടരുമ്പോഴും എനിക്കു തണലായെന്നും അമ്മയുണ്ടല്ലോ. മനമിടരുമ്പോഴും സുരമിടരുമ്പോഴും എനിക്കു തണലായെന്നും അമ്മയുണ്ടല്ലോ. അമ്മേ നിൻ നീലയങ്കിക്കുള്ളിലെന്നെ പൊതിഞ്ഞു സംരക്ഷിച്ചിടേണമേ. അമ്മേ നിൻ നീലയങ്കിക്കുള്ളിലെന്നെ പൊതിഞ്ഞു സംരക്ഷിച്ചിടേണമേ. മേരി മാതാവേ എന്റെ നല്ലമ്മേ, നീ എന്റെ ആശ്രയം ഏതുനേരം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുരിശിൽ കിടന്ന് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് മാതാവിന് നമുക്ക് തന്നത് മാതാവിൻ്റെ തിരുനാൾ നടത്തി നാടകം കളിക്കാനല്ല. മാതാവ് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഈശോയുടെ മനസ്സിലുണ്ടായത് ആരാണ് എൻ്റെ അമ്മ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ് എൻ്റെ അർത്ഥം. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അമ്മ. ഇപ്പം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്നല്ല ഞാൻ പറയണത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഉടമ്പടി ജീവിതമാണ്. ആ ഉടമ്പടി ജീവിതത്തിൻ്റെ വാഗ്ദാന പേടകവും മാതൃകയും മധ്യസ്ഥയും പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയെന്ന് പറയണത് ദൈവം നമുക്ക് കൽപ്പിച്ച് നൽകിയ പുതിയ നിയമത്തിലെ ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ ആളായ്മയാണ്. ഈ ആധ്യാത്മിക സ്രോതസ്സിനെ തല്ലിക്കെടുത്തി കളഞ്ഞുകൊണ്ടാണ് അപ്പം തന്നെ നമ്മുടെ വീര്യശക്തി നഷ്ടപ്പെട്ടു പോയി. ഇനി ഇത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക. കണ്ടില്ലേ, ഇപ്പോൾ പറഞ്ഞ ഓരോ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ അറിയാമില്ല. ആ സാക്ഷ്യങ്ങളുടെ റീച്ച് കണ്ട വലിയ കരിസ്മാറ്റിക് മുന്നേറ്റ കാലത്ത് പോലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് കൃപാസനത്തിൽ അമ്മ ചെയ്യണത്. വിളിച്ചുണർത്തി കൊണ്ടുവന്ന് എവിടെയാണ് അനുഗ്രഹം ഇരിക്കണത്, എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് തൊട്ടടുത്ത് കൊണ്ട് വിളിച്ച് കൈ പിടിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുന്ന സ്വപ്നങ്ങൾ ഇതൊരു കാലത്തും സംഭവിക്കാത്ത ഭാഷാപരം ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന് സ്വപ്നങ്ങൾ സാധാരണ മനുഷ്യർക്ക് കുറവായിരുന്നു. കരിസ്മാറ്റിക് കാലത്ത് സ്വപ്നങ്ങൾ സാധാരണ മനുഷ്യർക്ക് കുറവായിരുന്നു. ഇന്ന് സ്വപ്നം കൃപാസനത്തിൽ ഉടമ്പടി സാക്ഷ്യം പറയുന്നവരെ നല്ല ശതമാനം ആൾക്കാരും സ്വപ്നങ്ങളെക്കുറിച്ച് പറയും. കാര്യം സ്വപ്നങ്ങൾ അനാദികാലം മുതൽ ഇന്ന് വരെ ദൈവം വിശ്വാസിക്ക് തൻ്റെ തിരുമനസ് വെളിപ്പെടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ മീഡിയയാണ്. നിങ്ങൾക്ക് മാതാവിനെ കാണുന്നതും സ്വപ്നത്തിൽ കാണുന്നതും പ്രത്യക്ഷപ്പെടുന്നതുമെല്ലാം നിങ്ങളുടെ ഉടമ്പടിയുടെ പാക്കേജിൻ്റെ ഭാഗമാണ്. I will come with you wherever you go.
ഐസയ്യ നമ്മൾ 9:1 വായിക്കുന്നില്ല, നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പക്ഷെ കൃപാസനത്താരെ വന്നത് അതല്ല. കൃപാസനത്താരെ വന്നത് സമഘടികാരം നെഞ്ചിൽ ചാർത്തിയിട്ട് 10:8 സൂചി കാണിച്ചുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് അവസാന കാലത്ത് പ്രകൃതിയുടെ നിറമായ സിൽവർ ഗൈരാമ പ്രത്യക്ഷപ്പെട്ടത് ആന്തർദേശീയ സഭയ്ക്കും ആഗോള സഭയ്ക്കും വേണ്ടിയുള്ള പ്രത്യക്ഷീകരണമാണ്. അത് പ്രൈവറ്റായിട്ടൊരു വ്യക്തിക്കുള്ള പ്രത്യക്ഷീകരണമല്ല. സഭ ഇത് പഠിക്കണം. എന്താണ് ക്ലോക്ക്, എന്താണ് 10:8, എന്താണ് സിൽവർ ഗിരെ, എന്താണ് ദുരന്തം, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സഭ പഠിക്കണം. അതിനാണ് നിങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. അപ്പോൾ ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണം. സഭ എത്രയും വേഗത്തിൽ പഠിക്കാനും പഠിച്ചിട്ട് ഇതിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കാനും സഭയ്ക്ക് അതാത് കാലത്ത് പ്രാദേശികമോ അന്തർദേശികമായോ വരുന്ന എല്ലാവിധ തകർച്ചകളെയും അതിജീവിക്കാൻ വേണ്ടി മരിയൻ ജീവിത രീതിയാകുന്ന ഉടമ്പടി സംസ്കാരത്തിലേക്ക് സഭ പുനഃക്രമീകരിക്കപ്പെടാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടി ആരാധനയോടെ തിരുസഭയെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ. മാതാവേ, നിന്റെ നല്ല അമ്മേ, നീ എന്റെ ആശ്രയം, നീ മാതാവേ, നിന്റെ നല്ല അമ്മേ, നീ എന്റെ ആശ്രയം. കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ആന ചവിട്ടണ പോലെ നെഞ്ചത്ത് വേദനയും ഭാരമുള്ള വ്യക്തിയെ കർത്താവ് ഇപ്പം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്തുതികട. ഹല്ലേലൂയ. അതുപോലെ തന്നെ വലത് ബ്രസ്റ്റിന് സിസ്റ്റുള്ള മുഴയുള്ള ഓടിക്കളിക്കുന്ന മുഴയുള്ള വ്യക്തിയെ മകളെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്തുതികട. വേദനയുള്ളവർ വയറ് കൈവച്ചുകൊണ്ടും ശ്വാസകോശ രോഗികൾ നെഞ്ച് കൈവച്ചുകൊണ്ടും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം ഓരോ വയറിലും കർത്താവെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ശ്വാസകോശ രോഗികളെയും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വയറും നെഞ്ചും കഴുകട്ടെ. മാർഗ രോഗങ്ങൾ തീരാവേദികളെ യേശു ക്രിസ്തു പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നടുവേദനയുള്ളവരെ, അവന് കിഡ്നിക്ക് അസുഖങ്ങളുള്ളവരെ നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഗർഭാശയ രോഗികളെ, അവൻ്റെ പീരീഡ്സ് റെഗുലർ അല്ലാത്തവരെ, മക്കളില്ലാത്തവരെ അടിവയറ്റ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. മുടി കൊഴിയുന്നവരെ, ശിരസ് രോഗികളെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, ചെവിക്ക് കേൾവിക്കുറവുള്ളവരെ, തൊണ്ടയ്ക്ക് അസുഖങ്ങളുള്ളവരെ മുഖത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അത് ശക്തമായി സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ്, ഉദര രോഗികളെ, ശിസ്റ്റുള്ളവരെ, ഗർഭാശയ രോഗികളെ, മക്കളില്ലാത്തവരെ, നടുവേദനക്കാരെ, അതുപോലെ കിഡ്നി രോഗികളെ, കർത്താവ് ശിരസ് രോഗികളെ, കാഴ്ചക്കുറവുള്ളവരെ, കേൾവിക്കുറവുള്ളവരെ, മുടി കൊഴിയുന്നവരെ, ഉറക്കമില്ലാത്തവരെ, പ്രഷർ കൂടുന്നവരെ, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. തരത്തിലുള്ള സ്രാവ രോഗങ്ങളുള്ളവർ, ചെവിയിൽ നിന്ന് സ്രാവങ്ങളുള്ളവർ, നിർത്താത്ത ജലദോഷമുള്ളവർ, ശരീരം ചൂടാവുന്നവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ കൂടുന്നവർ, അങ്ങനെ മൂത്രം അറിയാതെ പോകുന്നവർ, രക്തം പോകുന്നവർ, മലവും മൂത്രം അറിയാതെ പോകുന്നവർ, അവരെല്ലാം അതാത് സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, സ്രാവ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അത്തി ഒരുക്കമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്,
രക്തസ്രാവരോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. അത് അറിയാതെ സ്രാവങ്ങൾ പോകുന്നവരെ, ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നവർ, അങ്ങനെ എല്ലാവിധ സ്രാവങ്ങളെ കർത്താവ്, ജലദോഷമുള്ളവരെയും കർത്താവെ, ഒരു ബ്ലഡ് വന്നാൽ കർത്താവ് മുറിഞ്ഞാൽ കർത്താവ് ബ്ലഡ് നിൽക്കാതിരിക്കുന്നവരെ യേശു ക്രിസ്തുവിന് ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ ആരാധന. വരേണമേ എന്നിൽ നിറയണമേ, നാഥാ വരേണമേ സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ എന്നിൽ നിറയണമേ, നാഥാ വരേണമേ സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ത്വക്ക് രോഗങ്ങള്, ചിരങ്ങ്, ചൊറികള്, ചുണങ്ങുകള് ഉള്ളവരെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. അസ്ഥി ഉരുക്കമുള്ളവരെ, അതുപോലെ തന്നെ എല്ലിന് കേടുള്ളവരെ, പൊട്ടലുള്ളവരെ, റോഡ് ഇട്ടിരിക്കുന്നവരെ, സ്റ്റീൽ റോഡ് ഇട്ടിരിക്കുന്നവരെ, അപകടത്തിൽ പെട്ടുപോയവർ, കിടപ്പിലായിപ്പോയവർ, തലവാത രോഗികളെ, അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് അത് ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ ത്വക്ക് രോഗികളെ, അസ്ഥി രോഗികളെ, അസ്ഥി ഒടിഞ്ഞു പോയവരെ, അസ്ഥി കൂടാത്തവരെ, മുറി കൂടാത്തവരെ, രക്തം വാർന്നുകൊണ്ടിരിക്കുന്നവരെ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ രക്തോട്ടം കർത്താവ് രക്തോട്ടം നിലക്കാത്തവരെ യേശു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളം ദൈവശക്തിയെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. തൈറോയിഡിൻ്റെ അസുഖമുള്ളവരെ, ടോൺസൈറ്റ് അസുഖമുള്ളവരെ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ യഥാസ്ഥലങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുക. നടുവല്ല് തിരിഞ്ഞവരെ, കശേരുക്കുകൾ ഇടറിപ്പോയവരെ, കശേരി ഡെവിക്കുന്നവരെ, അതുപോലെ തന്നെ ഇടുപ്പിൻ്റെ അസുഖമുള്ളവരെ, ഇടുപ്പ് ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയവരെ അവിടെയെല്ലാം കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ്. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവെ, ഉച്ച പാങ്ക്രിയാസിൻ്റെ രോഗമുള്ളവരെ, ആന്തരികമായ ഓരോ രോഗങ്ങളുള്ളവരെ, കൈവെക്കാൻ പാടില്ലാത്തവരെ, തളർന്ന കിടപ്പിൽ നടക്കുന്നവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ശക്തമായി പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന. ഹല്ലേലൂയ. ഇതിന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വീടില്ലാത്തവരെ, സ്ഥലം ഇല്ലാത്തവരെ, ജോലിയില്ലാത്തവർ, വരുമാന മാർഗം മുട്ടിപ്പോയവർ, കടകമ്പോളങ്ങളും വ്യവസായ വ്യാപാരങ്ങളും ഒക്കെ അടഞ്ഞു പോയവർ, വലിയ ജപ്തി നടപടി ഭീഷണി നേരിടുന്നവർ, ലോണിന് അപ്ലൈ ചെയ്ത് കിട്ടാത്തവർ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ, വാങ്ങിക്കാൻ പറ്റാത്തവർ, വെച്ച വീടിൻ്റെ പണി ഇടക്കൊച്ച് നിന്ന് പോയവർ, മക്കളെ വിദേശത്ത് പോയവർ, അവർക്ക് ജോലിയാകാത്തവർ, ശമ്പളം കിട്ടാത്തവർ, ജയിലിലായി പോയവർ, പരീക്ഷ എഴുതിയവർ, വ്യത്യസ്തങ്ങളായ പരീക്ഷ ഇൻ്റർവ്യൂ ടെസ്റ്റും പാസ്സാകാൻ വേണ്ടി പരീക്ഷ എഴുതി കഴിഞ്ഞവർ, എഴുതാൻ പോകുന്നവരെ അവരെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുടുംബജീവിതത്തിൽ തകർച്ചയുള്ളവർ, വിവാഹം മോചനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവർ, പിരിഞ്ഞു പോയവർ, വീണ്ടും കൂടാൻ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാവരും കുഞ്ഞുങ്ങളില്ലാത്തവർ, ഉള്ള കുഞ്ഞുങ്ങൾ രോഗമുള്ളവർ, ഒരാൺകുഞ്ഞിനോ പെൺകുഞ്ഞിനോ വേണ്ടി പ്രത്യേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. Lord Jesus Christ, pour out His Spirit, touch the fire finger, suck with the precious blood, and authority of the Catholic Church, the power of Jesus Christ, with the baptism of Holy Priesthood, I bless and hallow you. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ മതാവിൻ്റെ മധ്യസ്ഥയിൽ പൂർണ്ണമായി മാറട്ടെ. ശ്രുതികട്ടെ. മഹത്വം മഹത്വം.